നമ്മളിപ്പോൾ ഹാർബർ പോലീസ് സ്റ്റേഷനിലാണ്. ഇങ്ങോട്ടാണ് രാവിലെ ഒരു വണ്ടിയിൽ കുത്തി നിറച്ച നിലയിൽ കുറേ പശുക്കിടാവുകളെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ പലതും അവശ നിലയിലായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനെയും പരിപാലിച്ച് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് ആലുവയിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡോക്ടർമാരുമൊക്കെ എത്തി പരിശോധിച്ചു, വേണ്ട മരുന്നുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ SPCA സെക്രട്ടറി ശ്രീ സജീവ്, അദ്ദേഹമാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് തടഞ്ഞു നിർത്തി പോലീസിനെ വിവരം അറിയിച്ച് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതെങ്ങനെയാണ് തടഞ്ഞു നിർത്താനുണ്ടായ സാഹചര്യം? ഞാൻ രാവിലെ ഒരു 9:20 വരുന്ന സമയത്ത് കുണ്ടന്നൂർ എന്നുള്ള സീപോർട്ട് എയർപോർട്ട് റോഡ് തോമ്പടിക്കുള്ള ആ റോഡിലൂടെ വരുമ്പോൾ ഇങ്ങനൊരു ചെറിയ വണ്ടിയിൽ നിൽക്കണം ഒരാൾ അതിൻ്റെ പിക്കപ്പ് ആൻ്റെ മുകളിൽ നിൽക്കേണ്ട. അയാൾ പശുക്കുട്ടികളുടെ വാല് പിടിച്ച് ഇങ്ങനെ പൊക്കുന്നുണ്ട് എല്ലാത്തിനും. അതെന്താ കാരണം എന്ന് ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ അടുത്തുനിന്ന് വണ്ടി നോക്കുമ്പോൾ വീണുകൊണ്ടിരിക്കുകയാണ്. വീഴുന്നതുങ്ങളെ പിടിച്ച് ഇയാൾ വാലയെ പിടിച്ച് പൊക്കുവാണ്. പിന്നെ വണ്ടി ഞാൻ വിട്ടുകൊണ്ട് തടഞ്ഞു നിർത്തി. നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ വാഗൺ ട്രാജഡി എന്ന് കേട്ടില്ലേ, അതുപോലെ കൗ ട്രാജഡിയാണ്. ഇതിൻ്റെ അടിവശം മുഴുവനും ചെറിയ കുഞ്ഞുങ്ങൾ കിടക്കണം, അതിൻ്റെ മുകളിൽ ചവിട്ടി വലുതുങ്ങൾ അങ്ങനെ എത്ര എണ്ണമെന്ന് എണ്ണാൻ പറ്റില്ല, അതുപോലെ തിക്കി നിറച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ ഇവരിത് കൊണ്ടുവന്നിരിക്കുന്നത് പാലക്കാട് അതിർത്തിയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർക്ക് യാതൊരു തരത്തിൽ ഇതിങ്ങനെ കൊണ്ടുവരണമെങ്കിൽ മെഡിക്കൽ വെറ്റ് രജിസ്ട്രേഷൻ പ്രാക്ടീഷണറുടെ ഫിറ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഒരു ഫിറ്റ് സർട്ടിഫിക്കറ്റ് അല്ല, ഒന്നുമില്ല. എന്തിനാണ് കൊണ്ടുവന്നേക്കണമെന്ന് വെച്ചപ്പോൾ അവർ പച്ച മലയാളത്തിന് അവർ പറഞ്ഞു ബിരിയാണി കശാപ്പ് ചെയ്യാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അവർ സാധാരണ ഇങ്ങനെ കൊണ്ടുവരുവാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസിനെ അറിയിച്ചു. പോലീസിൻ്റെ സഹായത്തോടെ പിന്നെ അവർ നമ്മളോട് അഗ്രസീവായിട്ട് വരുമ്പോൾ നമ്മൾ പോലീസിൻ്റെ സഹായത്തോടെ നമ്മൾ ഇങ്ങോട്ട് ഇതിനെ മാറ്റിയൊക്കെയാണ്. അതിനുശേഷം ആനിമൽ ഹസ്ബൻഡറി അറിയിച്ചു. ആനിമൽ ഹസ്ബൻഡറി വന്നു. ഇതിൽ ഒരുപാടെണ്ണം ഇതിന് സിക്ക് ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു. അങ്ങനെ പനിയും അസുഖബാധിത നിങ്ങൾക്ക് അതിന് വേണ്ട മെഡിസിൻ കൊടുത്തു. ബാക്കിയുള്ളതുങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിലും കൊടുത്തു. കുറേ എണ്ണങ്ങൾക്ക് ഗ്ലൂക്കോസ് കൊടുക്കണ്ടായിരുന്നു, അത് കൊടുത്തു. ഇനി ഇതുങ്ങളെ ഇവിടെ നിന്ന് നേരെ തന്നെ ഗോശാലയിൽ ആലങ്ങാടുള്ള ഗോശാലയിലേക്ക് മാറ്റുവാണ്. ഇതുങ്ങളുടെ ബാക്കിയുള്ള പരിചരണം ഇതാണ്. ഇത് തികച്ചും ഇല്ലീഗലാണ്, ഇത് ബ്രൂട്ടലാണ്. കാരണം ഇത് ഈ ഒരാഴ്ച പ്രായം പാലുകൂടി പ്രായം മാറാത്ത തൊട്ട് 2 മാസം 3 മാസം വരെ ഉള്ളതുങ്ങളുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇവിടെ വന്ന് കൺപാളുള്ള അവസ്ഥ മൃതപ്രായമായ അവസ്ഥയിൽ വരെ കിടക്കുന്നുണ്ടായിരുന്നു. അതുങ്ങളെയൊക്കെ ചില നിങ്ങൾ സെപ്പറേറ്റ് വണ്ടിയിലേക്കാണ് നമ്മളിപ്പോൾ മാറ്റിയിരിക്കുന്നത്. കണ്ടാൽ സഹിക്കില്ല. അപ്പോൾ ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. കാരണം ഇത് ഇത്ര വളരെ ബ്രൂട്ടലാണ്. കാരണം വളരെ ചെറിയൊരു പിക്കപ്പ് വാനിൽ 29 ചെറിയ പശുക്കിടാവുകളെ കുത്തി നിറച്ചു എന്ന് പറയുമ്പോൾ അതൊരു ദയനീയ കാഴ്ച തന്നെയായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ്. ഇപ്പോൾ പല വാഹനങ്ങളിലേക്ക് മാറ്റി ആലുവയിലെ ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. ഒന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ, ഇതിപ്പോൾ എവിടെ നിന്ന്? പോലീസിനോട് ചോദിച്ചപ്പോൾ പറയുന്ന വിവരം പാലക്കാട് നിന്ന് കൊണ്ടുവന്നു എന്നുള്ള അറിവേ ഉള്ളൂ. അഫ്സൽ സുബൈർ എന്ന് 2 ഫോർട്ട് കൊച്ചി സ്വദേശികളായ 2 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് പറയുന്നു. അവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇത് എവിടെ നിന്ന് കൃത്യമായി കൊണ്ടുവന്നു എന്നുള്ള വിവരമോ, ഇപ്പോൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തേക്ക് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ള വിവരമോ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ സ്റ്റേഷനിലെ SI പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഇപ്പോൾ ആലുവയിലെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഗോശാലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ സംരക്ഷണം, അതിൻ്റെ തുടർന്നുള്ള നിയമ നടപടിയൊക്കെ എന്താണ്? ഇനി സാധാരണഗതിക്ക് ഇതിപ്പോൾ കസ്റ്റഡിയിലാണ്, സീസ് ചെയ്തിരിക്കുകയാണ് സംഗതി ഈ ആനിമൽസിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ അവർ കോടതി മുഖേന സമീപിക്കേണ്ടി വരും. കോടതി മുഖേന സമീപിക്കുമ്പോൾ ഇത്രയും പതറ്റിക്കും ക്രൂവലുമായിട്ട് ചെയ്തുകൊണ്ട് കോടതിയുടെ ലിസ്റ്റ് ഇതിനെ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടി പറയും. ഇതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെയതിനു ശേഷം കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ബാക്കി നടപടി. ഇത്തരത്തിലെ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും കന്നുകാലികളെ അനധികൃതമായി കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. വളരെ കഷ്ടമുള്ള കാഴ്ചയുമാണ്. ഇത്തരം ചെറിയ പശുക്കിടാങ്ങളെ എങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഇതിന് ശ്രദ്ധയിൽ അത്രത്തോളം പെട്ടിട്ടില്ല. ഇത് പതിവുള്ള കാഴ്ചയാണോ? നിങ്ങൾക്കൊക്കെ ഇത് നേരത്തെ അറിയാമോ? ഇവിടെ ഇപ്പോൾ ഈ കൊച്ചി ഭാഗത്ത് ലീഗൽ സ്ലോട്ടറിങ് ഹൗസ് ഇല്ല. അപ്പോൾ കൊച്ചി ഭാഗത്ത് നടക്കുന്ന മുഴുവൻ ഇല്ലീഗൽ സ്ലോട്ടറിങ് ആണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എവിടെയാണ് കൊണ്ടുപോകാൻ പല സ്ഥലങ്ങളിലായിട്ട് ഇല്ലീഗൽ സ്ലോട്ടറിങ് ആണ്. ഇവിടെ മുഴുവൻ മീറ്റ് കിട്ടുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ഇത് ഒരു ഹബിച്വൽ ഒഫൻഡേഴ്സാണ്. ഇവർ തുടർച്ചയായിട്ട് പല ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവരും പറഞ്ഞത് ഞങ്ങൾ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ക്രൈം സ്ഥിരമായി ആവർത്തിക്കപ്പെടുകയാണ്. ഇതിലും വലുതുങ്ങളെ കൊണ്ടുവന്ന് വലിയ വണ്ടിയിൽ കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊല്ലം ആലപ്പുഴ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്ന് കണ്ടെയ്നറിലാണ്. ആർക്കും മനസ്സിലാവില്ല. കണ്ടെയ്നറിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഡെഡായി കിട്ടിയാലും കുഴപ്പമില്ല. കാരണം സ്ലോട്ടർ ചെയ്യാനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഈ ജില്ലകൾ കടന്നു വരുമ്പോൾ ഒരു സ്ഥലത്തും ചെക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കുഴപ്പം. അതുകൊണ്ടാണ് ഈ ബ്രൂട്ടാലിറ്റി ക്രൂരത നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മറ്റൊരു കാര്യം, ഇപ്പം അസുഖബാധിതരായ പശുക്കുട്ടികളുണ്ടെന്ന് പറയുന്നു.
ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും, തീർച്ചയായിട്ടും. അതായത് ഇത് ശരിക്കും മീറ്റ് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നതിന് മുമ്പ് ഒരു വെറ്റിനറി ഓഫീസർ വന്ന് ആ വെറ്റ് സ്ലോട്ടർ ചെയ്യുന്ന ആനിമലിന് യാതൊരു തരത്തിലുള്ള ഇല്ലസില്ല, സുഖമില്ല, അസുഖമൊന്നും ഇല്ലാത്ത കണ്ടീഷനിലാണെന്ന് ഉറപ്പ് വരുത്തി സീൽ ചെയ്ത മീറ്റ് മാത്രമേ സെയിൽ ചെയ്യാൻ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഉള്ളത്. ഇവിടെ അതൊന്നും നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നതും അവർ സ്ലോട്ടർ അറക്കുന്നു, നേരെ തന്നെ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവരുന്നു. അതിനെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഈ വരുന്നതിനൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ മിക്കവാറും വരുന്നതിങ്ങളൊക്കെ ഭ്രാന്തി പശു രോഗം, കുളമ്പ് രോഗം, ഇതിന് എന്താ ലിവർ സിറോസ് എന്തുണ്ടെങ്കിലും ആ മീറ്റ് കൺസ്യൂം ചെയ്യണം ഇവിടെ ആൾക്കാർക്ക്. ഇത് ആരും തടയാനില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യവും ഇപ്പോൾ ഇത്തരത്തിൽ കന്നുകാലികളെ ആയാലും ഇത്തരത്തിൽ ആടുമാടുകളെ കടത്തിക്കൊണ്ട് വരുമ്പോൾ അത് ഇപ്പോൾ വളർത്തുന്നതിനാണെങ്കിൽ യെല്ലോ ടാഗ്, അറക്കുന്നതിനാണെങ്കിൽ റെഡ് ടാഗൊക്കെ ഇടണമെന്ന് നിയമമുണ്ട്. ഏതെങ്കിലും ടാഗ് വല്ലതും ഉണ്ടായിരുന്നു? ഒരു ടാഗും ഇല്ല ഇതിന്. ഞാൻ ഇത് മറ്റേ ഒരു ഇതിനകത്ത് ഓൾഡാണ്, ഇതുപോലെ ഇരിക്കണം. ഒരു മറ്റേ ഒരു രജിസ്റ്റേർഡ് വെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഇതുപോലെയുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇവരുടെ കയ്യിലുണ്ടായിരുന്നതാണോ? ഇവരുടെ കയ്യിൽ ഇന്നൊരു ഓൾഡാണത്. ഞാനത് എടുത്താണ്. അപ്പോൾ ഇവർക്ക് അറിയാം അവർക്ക്. അപ്പോൾ ഇതിനെന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ചാൽ ഈ ചെറിയ കാഫ് ആയതുകൊണ്ട് ഒരു വെറ്റ് ഒരിക്കലും സർട്ടിഫൈ ചെയ്യില്ല. അവർക്കറിയാം ഇതിനെ കൊണ്ടുപോകുന്ന സ്ലോട്ടറിങ്ങിനാണെന്ന്, അതുകൊണ്ട് തന്നെ അവർ ചെയ്യില്ലത്. അതായത് പഴയ സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്, പുതിയ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ സാധാരണ ഇതിന് ഫിറ്റ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് കമ്പൽസറിയാണ്. പിന്നെ ഇത്തരത്തിൽ ചെറിയ ഈ മന്ത്ലി ആയതിന് ഒരു കാരണവശാലും സ്ലോട്ടർ ചെയ്യാൻ പാടില്ല. അത് ഇല്ലീഗലാണ് സംഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നടത്തിയിരിക്കുന്നത് തീർച്ച നിയമവിരുദ്ധമാണ്. വളരെ കൃത്യമായ കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. കാരണം വളരെ ഒരു ചെറിയ പിക്കപ്പ് വാനിൽ 4-5 മൃഗങ്ങൾക്ക് മാത്രം, പശുക്കുട്ടികൾക്ക് മാത്രം നിൽക്കാൻ സാധിക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ 29 എണ്ണത്തെ കുത്തി നിറച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ വളരെ അവശ നിലയിലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ പുല്ലും വൈക്കോലും ഒക്കെ കൊടുത്ത് മരുന്നുമെല്ലാം കൊടുത്ത് ഇതിനെ ഒന്ന് ഉന്മേഷ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പല വാഹനങ്ങളിലാക്കി മാറ്റി ആലുവയിലെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.